ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. പരിശുദ്ധാത്മശക്തമായി ഞങ്ങളോട് ഇടപെടുന്ന ഒരു പകലായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവടിയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിൽ നിന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായി ഞങ്ങൾ ഭരിച്ചു വഴി നടത്തും. പുത്രന്റെ നാമം ഞങ്ങളോട് മഹത്വപ്പെടുവാൻ ഇടയായി തീരും. ഈ ലൈവ് വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ രോഗങ്ങളായി ദുഃഖങ്ങളായി വിവിധ മേഖലകളിൽ ഭാരപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ ജനത്തിന് സൗഖ്യം പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ആശ്വാസത്തിന്റെ കരം നിന്റെ ജനത്തിന്മേൽ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യ സമാധാനത്താൽ ദിവ്യ അനുഗ്രഹങ്ങളാൽ നിന്റെ ജനത്തെ നിറച്ചാട്ട് സമസ്ത വിശ്വ ദൈവത്തിനെ ഏൽപ്പിക്കുന്നു. സകല മാനവും മഹത്വം യേശു കർത്താവിന്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ ധ്യാനത്തിലായിരിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു പാട്ട് ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ഇടയായിരിക്കട്ടെ. ഹല്ലേലൂയ. പാടി പുകഴ്ത്തിയിടാം ദൈവദേവനെ. പുതിയ കൃപകളോടെ പാട്ടുകൾ ചേർന്ന് പാടി ദൈവത്തെ ആരാധിപ്പാൻ ഇടയായിരിക്കട്ടെ. പാടി പുകഴ്ത്തിയിടാം ദേവദേവനെ പുതിയ കൃപകളോടെ. പാടി പുകഴ്ത്തിയിടാം ദേവദേവനെ പുതിയ കൃപകളോടെ. ഇന്നാലെയും ഇന്നുമെന്നും യേശുവേ ഞാൻ പാടി പുകഴ്ത്താം. ഇന്നാലെയും ഇന്നുമെന്നും യേശുവേ ഞാൻ പാടി പുകഴ്ത്താം. ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഓരാ ഭയങ്കരതായും കൊടിയാതായി വാരും നേരത്ത്. ഓരാ ഭയങ്കരതായും കൊടിയാതായി വാരും നേരത്ത്. കാത്തും കരങ്ങളാച്ച് തുമാവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാത്തും കരങ്ങളാച്ച് തുമാവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. തള്ള കുഞ്ഞിനെ മറന്നാലോ ഞാൻ മറക്കായെന്ന വാർത്തയാ. തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കായെന്ന വാർത്തയാ. എന്റെ കങ്കരത്തിൽ വെച്ചു ജീവപാതയെന്നു ഓടും ഞാൻ. എന്റെ കങ്കരത്തിൽ വെച്ചു ജീവപാതയെന്നു ഓടും ഞാൻ. ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചെല്ലുവീൻ എന്നുരച്ച കൽപ്പനയാതാ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവീൻ എന്നുരച്ച കൽപ്പനയാതാ. ദേഹിയെല്ലാമോ നയിക്കുന്നു പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ. ദേഹിയെല്ലാമോ നയിക്കുന്നു പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ. ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ സമമായ
ശോധനയിലോ താണു വീണു പോകാതെ യോർദാൻ സമമാന ശോധനയിലോ താണു വീണു പോകാതെ പിഞ്ചയാദോനിയോ കാത്തു പാലിക്കൂ സ്നേഹമാച്ചോ പിഞ്ചയാദോനിയോ കാത്തു പാലിക്കും സ്നേഹമാ ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ കീഴാവേ എൻ പ്രിയയേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ ഓരാ ഭയങ്കര കാറ്റുമലയും കൊടിയാതായി വാഴും നേരത്തിൽ ആമേൻ ഓരാ കാറ്റുമലയും കൊടിയാതായി വാഴും നേരത്ത് കാരങ്ങളെ തുമാർവണച്ചേ നിത്യം കാരങ്ങളെ തുമാർവണച്ചേ നിത്യം പാടും ഞാൻ ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ കീഴാവേ എൻ പ്രിയയേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയയേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയയേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയയേശുവേ വാഴ്ത്തി പുകഴ്ത്തിടുമേ ഓ പേറ്റ തള്ള കുഞ്ഞിനെ മറന്നാലോ ഞാൻ മറക്കായെന്ന വാർത്തയാ പേറ്റ തള്ള കുഞ്ഞിനെ മറന്നാലോ ഞാൻ മറക്കായെന്ന വാർത്തയാ എന്നെ തൻകരത്തിൽ വെച്ചു ജീവപാതയൊന്നു മോടും ഞാൻ എന്നെ തൻകരത്തിൽ വെച്ചു ജീവപാതയൊന്നു മോടും ഞാൻ ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ കീഴാവേ എൻ പ്രിയയേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയയേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ കീഴാവേ ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ കീഴാവേ ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ കീഴാവേ എൻ പ്രിയയേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയയേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയയേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയയേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവഭാഗിയായിരിക്കാം. ഈ പകൽ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യുവാനിടയായി തീരാം. അവിടുത്തെ കരുതൽ, അവിടുത്തെ വിശ്വസ്തത എത്ര വലുതാണ്. പെറ്റതള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് വാഗ്ദത്തം നൽകി കർത്താവ്. ആ ദൈവത്തിന്റെ കരത്തിൽ നമ്മുടെ ജീവിതപാതകളെ സമർപ്പിപ്പാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ബോധനം നൽകുകയാണ്. യോർദാൻ സമമായ ശോധനയുടെ നടുവിൽ ആമേ അപ്പുറം എങ്ങനെ കിടക്കുമെന്ന് ചിന്തിച്ച നടുവിൽ അഭിഷേകം നൽകി യോർദാനെ കീറി മുറിക്കുവാൻ ആമേ ഏലിയാവിനും എലീശയ്ക്കും കഴിഞ്ഞതുപോലെ കഴിഞ്ഞകാല ഭക്തന്മാർ ഇസ്രായേൽ ജനത്തിന് വാഴ്ത്ത ദേശങ്ങളിലേക്ക് കടക്കുവാൻ യോർദാനെ ഒരു വിടുതൽ നിവൃത്തീകരണം നൽകിയെങ്കിൽ
പ്രതിസന്ധിയുടെ നടുവിൽ നമ്മെ നിവൃത്തീകരണം നൽകി അക്കരെ കൊണ്ടെത്തിക്കുന്നൊരു ദൈവം. നീക്കുപോക്കുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്ന സാഹചര്യ നടുവിൽ അതിലൂടെ നമ്മെ വഴി നടത്തുന്നൊരു ദൈവം, അതിലൂടെ നമ്മെ നടത്തുന്നൊരു ദൈവം. പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോയിരുന്നാലും അവ നമ്മെ തീണ്ടാതെ അവിടുത്തെ കരുതൽ, അവിടുത്തെ വിശ്വസ്തത, അവിടുത്തെ പ്രവൃത്തി നമുക്ക് ജീവിതപാതയെ അനുഭവിപ്പാനിടയായി തന്നല്ലോ. എത്രയധികം നമുക്ക് ദൈവത്തിൽ നിന്ന് പകൽ മഹത്വം കരയേറ്റുവാനിടയായി തീരട്ടെ. ഓളങ്ങളും തിരമാലകളും കാറ്റുകളും നമ്മുടെ ജീവിതമാകുന്ന പടകിനെതിരെ ആഞ്ഞടിക്കുന്ന സമയങ്ങളിൽ, നാം വല്ലാതെ ഭാരപ്പെട്ട സമയങ്ങളിൽ, ആർക്കും തരം നൽകുവാൻ കഴിയാത്ത പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ ഉദ്ധരിച്ച കർത്താവ്, നമ്മെ ആശ്വസിപ്പിച്ച കർത്താവ് ഇന്നും പകൽ നമ്മുടെ നടുവിലുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനം? നിങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങൾ അല്പക്ഷര നിമിഷങ്ങൾ അതരംഗം തുറന്ന് ദൈവത്തിന് മഹത്വം കരയേറ്റ അവിടുത്തെ എല്ലാ വഴി നടത്തുകളെ ഓർത്ത്, അവിടുത്തെ എല്ലാ വിശ്വസ്തതയോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ വിവിധമാകുന്ന പ്രതിസന്ധിയിലൂടെ ദേശം, നമ്മുടെ പട്ടണം, നാം ആയിരിക്കുന്ന ചുറ്റുപാടിൽ കടന്നു പോകുമ്പോൾ പ്രിയരെ, ദൈവത്താൽ ഒരു വിടുതൽ ദിവസങ്ങൾ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുക. ചില മാസങ്ങളായി ദൈവത്തെ ആരാധിപ്പാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ അവസ്ഥയ്ക്കൊക്കെ ഒരു ഭേദം വരുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. മനുഷ്യന്റെ കരങ്ങളൊക്കെ അസ്ഥാനത്താണ്. മാനുഷികമാകുന്ന ഏതൊക്കെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുകൂലമാണെങ്കിലും ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ മാത്രമാണ് ഈ വിഷയത്തിന് വിടുതൽ നൽകുവാൻ കഴിയുള്ളല്ലോ. അവിടുത്തെ വിശ്വസ്തതയ്ക്കായി നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. നിരവധി വ്യക്തി ജീവിതങ്ങളിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി അനവധി വ്യക്തികൾ വിളിപ്പാൻ പ്രാർത്ഥിപ്പാടിയായിട്ടു. പല രാജ്യങ്ങളിൽ COVID-19 എന്ന മാരക രോഗത്തിന് അടിമപ്പെട്ട് ആ വിശ്വാസികളും അല്ലാത്തവരുമായ പ്രിയപ്പെട്ടവർ, ധാരാളം പ്രിയപ്പെട്ടവർ ദൈവസന്നിധാന പ്രാർത്ഥന റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. തന്റെ ജനത്തിന് ദേവി അത്ഭുതത്തിന്റെ കരങ്ങൾ ചലിക്കുവാൻ നിശ്ചിതമായി പ്രാർത്ഥിക്കാം. നമ്മുടെ സമസൃഷ്ടകൾ വിവിധ മേഖലകളിലായിരിക്കുന്നവരുണ്ട്. പ്രത്യേക ദൈവകൃപ തന്റെ ജനത്തിന് പകരുവാൻ നമുക്ക് അല്പസമയം എല്ലാവർക്കും ദൈവത്തിനെ പ്രാർത്ഥിക്കാം. നമ്മുടെ രാഷ്ട്ര തലവന്മാർ, ഭരണചക്രവർത്തിമാർ എല്ലാവരെയും വെച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവം അവരുടെ നാവോട്, അവരുടെ പ്രവർത്തനങ്ങളോട് ദൈവത്തിന്റെ പ്രത്യേക കൃപയാ അവരിപ്പോ ജ്ഞാനത്തോടെ സാഹചര്യത്തിൽ ഇടപെടുവാനുള്ള ദൈവകൃപ തന്റെ ജനത്തിനെ പകരുവാൻ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. നാം ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹം, നാം ഉൾപ്പെട്ടിരിക്കുന്ന ദേശം, പട്ടണം ഒരു ദൈവീയ വിടുതൽ, കരുതൽ അനുഭവിപ്പാൻ അല്പസമയം എല്ലാവർക്കും ദൈവത്തിനെ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. വിവിധ ഭവനങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽ അവിടുത്തെ സാന്നിധ്യം തന്റെ ജനത്തിന് വേണ്ടിയുണ്ടല്ലോ. അവിടുത്തെ അത്ഭുതത്തിന്റെ വിടുതൽ ഇന്ന് പകൽക്കാലം നടത്തുവാൻ ദൈവം സർവശക്തനാണ്. ആ ദൈവം ഭാഗം ഇതിന് പൂർണ്ണമായി സമർപ്പിക്കുക. നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പകലങ്ങളുടെ പാദപീഠത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു. പരിശുദ്ധാത്മാവിന്റെ അത്യന്തിയ ശക്തിയാൽ, ദൈവകൃപയാൽ ഇന്ന് പകലുകൾ നിറയ്ക്കണമേ കർത്താവേ. വിവിധങ്ങളാകുന്ന പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ സമസൃഷ്ടങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ശക്തി, അങ്ങയുടെ മഹത്വം ഈ ദിവസം നിന്റെ ജനത്തിന് ആധാരമായി തരണമേ. അത്ഭുതത്തിന് വിടുതൽ കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരവധി വ്യക്തി ജീവിതങ്ങൾ, രോഗവിഷയങ്ങൾ, ഭൗതികാത്മീയ വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ ചെയ്തിരിക്കുന്ന പല വിഷയങ്ങളുണ്ടല്ലോ. ഈ ദിവസങ്ങളിൽ തന്റെ ജനത്തിന്മേ അവിടുത്തെ അത്ഭുതവാഹമാകുന്ന വിടുതൽ തന്റെ ജനത്തിന്മേ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീട്ടിപ്പിച്ചാൽ ദൈവീയ വിടുതൽ തന്റെ ജനത്തിനുമേ പ്രദാനം ചെയ്യണമേ കർത്താവിൽ. എല്ലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും സ്തോത്രം ചെയ്യുന്നു. വിവിധ സമയങ്ങളിൽ ഈ ലൈവ് വീക്ഷിക്കുന്നതിന്റെ ജനത്തിനായി സ്തോത്രം. യൂട്യൂബ് ചാനൽ മറ്റും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. നിന്റെ ജനത്തെ അനുഗ്രഹിക്കും. വചനത്തിന്റെ വാതിൽ ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കും. പരിശുദ്ധാത്മാ ഞങ്ങളോട് ഇടപെടും. സമസ്ത വിഷയ ദൈവത്തിനെ ഏൽപ്പിക്കുന്നു. സകല മാനവും മഹത്വം യേശു കർത്താവിന്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ ദാനത്തിലായിരിക്കാം. പ്രാരംഭ സമയം 66-ാം സങ്കീർത്തനമാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 66-ാം സങ്കീർത്തനം ചില വാക്കുകൾ മാത്രം വായിക്കുന്നു. അതിനുശേഷം ഭാഗത്ത് നിന്ന് 1-2 ചില പ്രബോധന വാക്കുകൾ പറഞ്ഞ് ദൈവജന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുന്നു. 66-ാം സങ്കീർത്തനം. സർവഭൂമിയുമായുള്ളവയെ ദൈവത്തിന് ഘോഷിപ്പീൻ, അവന്റെ നാമത്തിന്റെ മഹത്വം കീർത്തിപ്പീൻ, അവന്റെ സ്തുതി മഹത്വീകരിപ്പീൻ. നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം! നിന്റെ ശക്തിയുടെ വലിപ്പത്താ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. സർവഭൂമിയും നിന്നെ നമസ്കരിച്ചു പാടും. അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറയുവീൻ. വന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കുവീൻ. അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തന്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. അവർ കാൽനടയായി നദി കടന്നുപോയി. അവിടെ നാം അവനിൽ സന്തോഷിച്ചു. അവൻ തന്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു. അവന്റെ കണ്ണ് ജാതികളെ നോക്കുന്നു. മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുത്. വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവിൻ. അവന്റെ സ്തുതി ഉച്ചത്തിൽ കേൾപ്പീൻ. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു.
നീ മനുഷ്യരെ ഞങ്ങളെ തലമേൽ ഓടുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇത് 66-ാം സങ്കീർത്തനമാണ് നാം വായിപ്പാനിടയായി തന്നത്. 66-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സങ്കീർത്തനകാരൻ എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ആരെഴുതിയെന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഒരു പക്ഷേ ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമായിരിക്കാം ഈ 66-ാം സങ്കീർത്തനം. സർവ ഭൂമിയിൽ നിവസിക്കുന്ന സമസ്ത ജനതകൾക്കും ദൈവത്തെ പ്രഘോഷിപ്പിക്കുവാൻ, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാനുള്ള ആഹ്വാനമാണ് ഈ 66-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണപ്പെടുവാൻ കഴിയുന്നത്. അവിടുത്തെ സ്തുതിയെ മഹത്വീകരിപ്പീൻ, കാരണം അവിടുത്തെ പ്രവൃത്തി എത്ര ഭയങ്കരമാണ്. ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിക്കുന്ന തന്റെ ജനത്തിന് ദൈവസന്നിധാനത്തിൽ പ്രകീർത്തിപ്പാൻ, ഉച്ചത്തിൽ ഘോഷിപ്പാൻ, മഹത്വീകരിപ്പാൻ കാരണമായി തീരും. കാരണം ദൈവം ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ദൈവീയ വിടുതൽ അത്ര അത്ഭുതമാണ്. രണ്ട് നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ ഇവിടെ രണ്ട് നിലയിലുള്ള വ്യക്തികളോട് ആഹ്വാനം ചെയ്യുന്നു. ഒന്ന് പ്രകൃതിയോട് ആഹ്വാനം ചെയ്യുന്നു, രണ്ട് അത് മനുഷ്യരാശിയോട് ആഹ്വാനം ചെയ്യുന്നു. രണ്ട് നിലയിലാണ് ദൈവം പ്രവൃത്തി ആഹ്വാനം ചെയ്യുക, ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിപ്പാൻ അവരോട് ആഹ്വാനം നൽകുന്നത്. ഒന്ന്, ദൈവീയ വിടുതലുകൾ തന്റെ ജനത്തിനു വേണ്ടി ദൈവം ചെയ്തതിനെ ഓർത്ത്. രണ്ട്, ഭൂമിയിൽ പ്രകൃതിയിൽ ദൈവം തന്റെ പ്രവൃത്തി വിടുതൽ നൽകിയതിനെ ഓർത്ത് ദൈവത്തെ മഹത്വീകരിപ്പീൻ. ഈ രണ്ട് തലങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അത്ര വിശാലമാണ്. ഒന്ന്, മാനകുലത്തോളം വന്നത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഭയങ്കരമായിരുന്നു. കാരണം മനുഷ്യനോളം വന്നത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ കരവിരുതാണ് ഭൂമിയിൽ പ്രകൃതിയിൽ നമുക്ക് കാണപ്പെടുവാൻ കഴിയുന്നത്. നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും, സർവ്വഭൂമി നിന്നെ നമസ്കരിച്ചും പാടും, അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറയുകയും വന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കുകയും. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണുന്ന ഒരു വ്യക്തിക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. ഈ ഭൂമിയിലുള്ള ചരാചരങ്ങൾ, പ്രകൃതി, ദൈവം വെച്ചിരിക്കുന്ന ആവാസ വ്യവസ്ഥകളിൽ ദൈവം ചെയ്തിരിക്കുന്ന വിടുതലുകൾ ഓർക്കുമ്പോൾ, കാണുമ്പോൾ മൗനമായിരിക്കാൻ കഴിയത്തില്ല. ദൈവമില്ലെന്നൊരു കൂട്ടൻ പറയുമ്പോൾ അവരെ തന്നെ ദൈവം ജീവനോടെ ഭൂമി ശേഷിപ്പിച്ചിരിക്കുന്നു, അവർക്ക് പറ്റിയ ആവാസ വ്യവസ്ഥകൾ ദൈവം ഒരുക്കിയിരിക്കുമ്പോൾ ദൈവമില്ലെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. അത്ര വലിയ പ്രവൃത്തിയാണ് ഭൂമിയോളം ദൈവം ചെയ്തിരിക്കുന്നത്. പ്രകൃതി ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി. രണ്ട്, മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവം പ്രവൃത്തി ഭയങ്കരനാണ്. അവൻ മനുഷ്യപുത്രന്മാരോട് തന്റെ പ്രവൃത്തി ഭയങ്കരൻ. മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവം തന്റെ പ്രവൃത്തി ഭയങ്കരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഇസ്രായേൽ ജനത്തിന് ഒത്തിരി പറയാനുണ്ട്. കാരണം വാഗ്ദത്ത ദേശമായി കനാനിലേക്ക് കടന്നു പോകുന്ന യാത്രയിൽ മനുഷ്യ നിയമങ്ങളെ പോലും മാറ്റിമറിച്ച് ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. അവരെ അഭിമുഖീകരിച്ച അനവധി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രതിസന്ധി സമുദ്രത്തെ ഉണങ്ങി നിലമാക്കി അവർ കാൽനടയായി നദി കടന്നുപോയി. സാധാരണ നദി സമുദ്രം കടക്കണമെങ്കിൽ വള്ളം, ബോട്ട്, കപ്പൽ ഇത്യാദി സഹായകരമായ വസ്തുതകൾ ആവശ്യമാണ്. പക്ഷേ സമുദ്രത്തെ കാൽനടയാക്കി നടത്തുമാറാക്കിയ ദൈവം എത്ര വലിയവനാണ്. ആർത്തിരുമ്പുന്ന ചെങ്കടൽ, ഒരു രാജാക്കന്മാരുടെ നടുവിലും കീഴടങ്ങാൻ കഴിയാത്ത ചെങ്കടൽ, ഫറവോൻ പലരെയും ഒതുക്കുവാൻ ശ്രമിച്ചെങ്കിലും ഫറവോന്റെ നടുവിൽ കീഴടങ്ങാൻ കഴിയാത്ത ചെങ്കടൽ, പ്രാർത്ഥിക്കുന്ന മോശയുടെ നടുവിൽ വിശ്വാസത്താൽ കാത്തിരുന്ന തന്റെ ജനത്തിനു വേണ്ടി അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. അതെ, ജീവിതത്തിൽ മറ്റാർക്കും ചെയ്തിട്ടില്ലാത്ത, ഒരു ജാതിയോട് ചെയ്തിട്ടില്ലാത്ത, ഒരു വംശങ്ങളോട് ചെയ്തിട്ടില്ലാത്ത അത്ഭുതവാഹമായ പ്രവൃത്തിയാണ് തന്നെ വിശ്വസിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ദൈവം ചെയ്യുവാനിരിക്കുന്നത്. ആ ദൈവ പദ്ധതി കണ്ട ഇസ്രായേൽ ജനത്തോടും പറയുകയാണ്, മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുത്, അവൻ തന്റെ ശക്തി എന്നേക്കും വാഴുന്നു. രണ്ട്, വംശങ്ങളിൽ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുകയും. അപ്പോൾ ദൈവം നമ്മെ പരിപാലനം ചെയ്ത വിധങ്ങൾ, ദൈവം പ്രകൃതിയിൽ ദൈവം വെളിപ്പെടുത്തിയ പ്രവൃത്തികൾ, അതേ ഇസ്രായേൽ ജനത്തെ മനുഷ്യനോളം ബന്ധത്തിൽ ദൈവം വെളിപ്പെടുത്തിയ ദൈവീയ പദ്ധതികൾ കാണുമ്പോൾ അവർക്കാർക്കും മത്സരങ്ങൾ ചെയ്യുവാൻ, ദൈവത്തോട് വെറുപ്പാൻ കഴിയില്ല. അവർ ദൈവത്തിന് മഹത്വം ഇരിപ്പാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് ദൈവം മനുഷ്യനോളം ബന്ധത്തിന് പ്രകൃതി ദൈവം ചെയ്യുവാൻ ഇടയായി തന്നത്. മറ്റൊരു വസ്തു അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പലപ്പോഴും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ദൈവത്തെ അറിയുന്ന തന്റെ ജനത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവം അറിയാഞ്ഞിട്ടല്ല, ദൈവം അറിഞ്ഞിട്ടാണ്. ദൈവം അറിഞ്ഞിട്ടുള്ള ചില കഷ്ടതകളുണ്ട്, ദൈവം അറിഞ്ഞിട്ടുള്ള ചില പരിശോധനകളുണ്ട്. സ്തോത്രം. പ്രഭാതത്തിൽ പറഞ്ഞ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഭാഗപ്രകാരമാണ്. സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിൽ കഷ്ടത 5 വിധത്തിൽ കഷ്ടത ഉണ്ടായി. ഒന്ന്, ശൗൽ ഗൃഹത്തിന്റെ കഷ്ടത.
2 ഫിലിസ്ത്യരുടെ കഷ്ടത, അമാലേക്കിൽ നിന്ന് നടുവിന് കഷ്ടത. അതുമാത്രമല്ല തന്റെ സ്വജനത്തിൽ നിന്ന് കഷ്ടതയുണ്ടായി. ഏറ്റവും ലാസ്റ്റ് 5-ാമതായി ദൈവത്തിൽ നിന്നുള്ള കഷ്ടതയുണ്ടായി. ദൈവത്തിൽ നിന്നുള്ള കഷ്ടത എന്ന് പറഞ്ഞാൽ ആമയെ തന്നെ തകർക്കാനുള്ളതല്ലായിരുന്നു. ദൈവത്തിൽ നിന്നുള്ളവാകുന്ന കഷ്ടതയുടെ നടുവിൽ, പരിശോധന നടുവിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. എന്നാൽ പിശാചിൽ നിന്നുണ്ടാകുന്ന കഷ്ടതയുടെ പരിശോധനയുടെ നടുവിൽ ഒരുപക്ഷെ അവൻ തകർക്കാനാണ്. അവന്റെ കരം അനുകൂലമായിരിക്കണം എന്നല്ല, പ്രതികൂലമായിരിക്കും. പക്ഷെ ദൈവത്താൽ സംഭവിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിന്റെ കരം തന്നെ ജനത്തിന് അനുകൂലമായിരിക്കും. ദൈവം നമ്മെ പ്രതിസന്ധിയിലൂടെ ഒരുപക്ഷെ കടത്തുന്ന വേദികൾ ഉണ്ടാകാം, പരിശോധനയിലൂടെ കടത്തുന്ന വേദികൾ ഉണ്ടാകാം. പക്ഷെ ദൈവത്തിന്റെ കരം നിന്ന് മാറുന്നില്ല. ഒരു തട്ടാൻ ചൂളയ്ക്കകത്ത് ഇട്ടിരിക്കുന്ന പൊന്ന് അത് തൂകിപ്പോകാതെ തന്റെ കണ്ണതിൽ പതിച്ചിരിക്കുന്ന പോലെ ദൈവം നമ്മെ പരിശോധിച്ചറിയുമ്പോൾ ദൈവത്തിന്റെ കണ്ണും ദൈവത്തിന്റെ കരവും നമ്മിൽ നിന്ന് മാറുന്നില്ല. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കും, ദൈവത്താൽ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ചില പരിശോധന ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്ര അത്ഭുത പ്രവൃത്തി കണ്ട ജനം ദൈവം ആരാണെന്നുള്ളതും ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്ന് തിരിച്ചറിഞ്ഞ ആ ദൈവീയ വായ്ത്തത്വത്തിൽ സ്ഥിരതയിൽ നിലനിൽക്കുവാൻ ചില പരിശോധന ഉണ്ടാകാം, ചില പ്രതികൂലങ്ങൾ ഉണ്ടാകാം. അവിടെ 10-ാം വാക്യത്തിൽ 66-ാം സംഘത്തിനും 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്താൽ ചില പ്രതിസന്ധികൾ, ചില പരിശോധനകൾ ഉണ്ടെന്നല്ലേ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ദൈവം ഊതിക്കഴിക്കുന്നെങ്കിൽ നീ തൂങ്ങിപ്പോകാനല്ല, നിന്നെ 10 ഇരട്ടി മാറ്റോടെ പുറത്തു കൊണ്ടുവരുവാൻ വെള്ളി ഊതിക്കഴിക്കും പോലെ ദൈവം നമ്മെ പരിശോധിച്ചറിയുന്നു. നിങ്ങൾ ശ്രദ്ധിക്കൂ, ദൈവം പരിശോധിച്ചപ്പോൾ മനുഷ്യരെ പലപ്പോഴും അവന് പ്രതികൂലമാക്കിക്കൊണ്ടാണ് ദൈവം തന്റെ ജനത്തെ പരിശോധിപ്പാൻ ഇടയായി തന്നത്. ഇന്നലകളിൽ വമ്മിച്ച ജനം, ഇന്നലകളെ ആദരിച്ച ജനം, ഇന്നലകളിൽ കൂടെ നിന്ന ജനം എതിരാക്കി തീർത്തിട്ടാകാം ഒരുപക്ഷെ ദൈവം പലപ്പോഴും നമ്മെ പരീക്ഷിക്കുന്നത്. സിക്ലാഗിൽ ദാവീദായിരുന്നപ്പോൾ തന്റെ കൂടെ ഒന്നുമില്ലാതെ യാത്ര ചെയ്തവർ, കടഭാരം അനുഭവിച്ച, ബുദ്ധിമുട്ട് അനുഭവിച്ച പലരും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഒരു നായകനായി ദാവീദായിരുന്നു. എന്നാൽ സിക്ലാഗ് ദേശം അമാലിക്ക് ശക്തി ആക്രമിച്ചപ്പോൾ കൂടെ നിന്ന ജനം, അവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, താന്താങ്ങളുടെ പുത്രിമാരെയും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വ്യസനിച്ചുകൊണ്ട് കൂടെ നിന്ന ജനം കല്ലെറിയുവാൻ തുനിഞ്ഞു. ഇതുവരെ തന്നിൽ നിന്ന് നന്മ പ്രാപിച്ചവർ, തന്നിൽ നിന്ന് തന്നെ വിധേയപ്പെടുവാൻ കടപ്പെട്ട ജനം തനിക്കെതിരെ കല്ലെറിയുവാൻ ഇടയായി തീർന്നു. അതേ ദാവീദിന്റെ ഒരു കഷ്ടതയായിരുന്നത്, ദൈവം അനുവദിച്ച പ്രതിസന്ധിയായിരുന്നു. പക്ഷെ അവിടുത്തെ അടുത്ത വാക്യപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ നാം അനുകൂലമെന്ന് തോന്നുന്ന വ്യവസ്ഥകളിലൂടെ വ്യക്തികളെ, അനുകൂലമായി നിന്ന വ്യക്തികളെ നമുക്ക് പ്രതികൂലമാക്കിക്കൊണ്ട് ഒരുപക്ഷെ ദൈവം നമ്മെ പരിശോധിക്കാം. പക്ഷെ ഒരു കാര്യം വാസ്തവമാണ്, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ കരമുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി. ഞങ്ങൾ തീരും വെള്ളത്തിൽ കൂടെ കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ ഭാഗ്യപ്രകാരമാണ്. ദൈവം പരിശോധിച്ച ദൈവം തന്റെ കരം വിട്ടുമാറുന്നില്ല. ദൈവം പരിശോധിക്കുമ്പോഴും തീയിൽ വെള്ളത്തിലൂടെ കടത്തിവിടുമ്പോഴും ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ കണ്ണ് നിന്റെ മേലായിരിക്കും. കാരണം നീ തക്ക സമയത്ത് നീ തകർന്നു പോകാതെ, അവൻ തൂങ്ങിപ്പോകാതെ നിനക്ക് വേണ്ടി ആജ്ഞ പുറപ്പെടുവിക്കുന്നവൻ, നിന്റെ മേൽ ദൃഷ്ടി വെക്കുന്നവൻ, ആലോചന പറഞ്ഞു തരുന്നവൻ, അവന്റെ കരം നിനക്ക് അനുകൂലമായി വെക്കുവാൻ അവന്റെ കരം നിന്റെ മേൽ ഉണ്ടെന്ന് ഇന്ന് പകൽ എത്ര പേർ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ദാവീദ് ഒരിക്കൽ പറയുന്നത്, ഞാൻ മനുഷ്യന്റെ കരത്തിൽ വീഴുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ കരത്തിൽ വീഴുന്ന അത്ര നല്ലത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം തിരിച്ചറിയൂ, ദൈവത്തിനാൽ സംഭവിക്കുന്ന പരിശോധന നടുവിൽ ദാവീദിന് ബോധ്യതയുണ്ട്. ദൈവത്താൽ സംഭവിക്കുന്ന പരിശോധന നടുവിൽ ദൈവത്തിന്റെ കരം അനുകൂലമാണ്. അതുകൊണ്ടാണ് ഭക്തൻ പറഞ്ഞത്, ദൈവത്തിന്റെ കരത്തിൽ വീഴുന്ന അത്ര നല്ലതാണ്. കാരണം പ്രതിസന്ധിയുടെ നടുവിൽ തന്നാൽ ഉളവാകാം, പ്രതികൂലത്തിന്റെ നടുവിൽ തന്നാൽ ഉളവായപ്പെട്ട ചില ഒരു പ്രതിസന്ധി നടുവിൽ താൻ ദൈവത്തോട് പറയുക, മനുഷ്യരാൽ പരീക്ഷിക്കപ്പെടരുത്, പിശാചിനാൽ ഞാൻ പരീക്ഷിക്കപ്പെടരുത്. പക്ഷെ ദൈവത്താൽ ഞാൻ പരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ദൈവം എന്നെ പരിശോധിച്ചാൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരമുണ്ടാകും. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്, നിന്റെ ജീവിതത്തിലെ പരിശോധനകൾ, നിന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ നിന്നെ തകർക്കാനുള്ളതല്ല, നിന്റെ ജീവിതത്തിൽ ആത്മീയ ചൈതന്യം നൽകി പുതിയ ശക്തിയോടെ, പുതിയ കൃപയോടെ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അങ്ങനെ പരിശോധിച്ചറിഞ്ഞ ഭക്തൻ പുറത്തു വന്നപ്പോൾ അവൻ ദൈവത്തോട് പറഞ്ഞ വാക്കുകളാണ്, എന്നാൽ ദൈവന്റെ പ്രാർത്ഥന കേട്ടു, എന്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു, എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെ, തന്റെ എങ്കിൽ നിന്ന് എടുത്തു കളയാതെ ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത് 66-ാം സംഘത്തിലും 19-20 വാക്കുകളാണ് വായിച്ചത്. താനക്ക് ഉത്തമമായ ബോധ്യതയുണ്ട്, ഞങ്ങളെ ദൈവം പരിശോധിച്ചെടുത്തിരുന്നാലും ദൈവത്തിന്റെ കാര്യം എന്റെ കൂടെയുണ്ട്. പരിശോധിക്കുന്ന പിന്നിൽ ഉറച്ചു നിൽക്കുവാൻ, സ്ഥിരതയിൽ നിൽക്കുവാൻ ദൈവം ഒരുക്കിയ വഴികളാണ്. ഹല്ലേലൂയ.
ആ ഭക്തന് മനസ്സിലായി, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഇന്ന് പകരം എത്ര പേർക്ക് പറയാൻ കഴിയും, എന്നെ പരിശോധിച്ചാലും എൻ്റെ ദൈവം, എൻ്റെ ഉപദേഷ്ടാവ് എന്നെ മറന്നു കളയത്തില്ല. തീയിലും വെള്ളത്തിലൂടെ ഞാൻ കടന്നു പോയാലും എൻ്റെ കർത്താവ് എന്നെ മറന്നു കളയത്തില്ല. കാരണം ഇന്ന് പകൽ ഒത്തിരി ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് വകയുണ്ട്. കാരണം പ്രകൃതിയിൽ ദൈവം തന്റെ പ്രവൃത്തി വെച്ചിരിക്കുക. നമ്മോളം ബന്ധത്തിൽ മനുഷ്യകുലത്തോളം ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയിരിക്കുക. ഇത് കാണുന്ന തന്റെ ജനത്തിന് ദൈവത്തെ വിശ്വസിപ്പാൻ, ദൈവത്തിന്റെ നാമത്തെ മഹത്വരിപ്പാൻ കഴിയും. ഹല്ലേലൂയ. പലപ്പോഴും ചില പരിശോധന പ്രതികൂലങ്ങൾ, നീ കണ്ട ചില ദൈവ പദ്ധതികൾക്ക് ഒത്തവണ്ണം നിന്നെ സ്ഥിരതയിൽ നിർത്തുവാൻ ചില പരിശോധനകൾ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. നീ കേട്ട വായ്ത്തത്വം നിൽക്കുവാൻ വെള്ളി ഊതി കളിക്കും പോലെ ചില പരിശോധന ഉണ്ടാകാം. പക്ഷെ തിരുമയാകുന്ന തിരുത്തി മാറ്റോടെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ പകൽ ഈ ദൂതം നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായി തീരട്ടെ. ആ ഒരു ശരീരത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാകാം, ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാകാം, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാകാം. ഹല്ലേലൂയ. ജോലി നഷ്ടപ്പെട്ടവരാ, രോഗത്തിന്റെ അധീനത, ഹോസ്പിറ്റലിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരാകാം. നിങ്ങളോട് ദൈവാത്മാ പറയുന്നു, ഈ കട്ട നിന്നെ തകർക്കാനുള്ളതല്ല, നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാനുള്ളതാണ്. ദൈവത്തിന് വിശ്വസിപ്പാൻ ഇടയായി തരട്ടെ. ദൈവത്തിന്റെ നാമത്തെ മഹത്വരിപ്പാൻ ഇടയായി തരട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് ഒരു പാട്ടുകൂടെ പാടി ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി തരട്ടെ. അടവി തെരിക്കലിനിടയിൽ ഒരു നാരകം എന്നുള്ള പാട്ട്, നാരകം എന്ന മണ്ണം ഉള്ള പാട്ടുകൾ ചേർന്ന് പാടി ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി തരട്ടെ. അടവി താരുക്കളിനിടയിൽ ഒരു നാരകമൻ നാവെന്നും, അടവി താരുക്കളിനിടയിൽ ഒരു നാരകമൻ നാവെന്നും, ഓ വിശുദ്ധർ നാടുകൾ കാണുന്നേ യേശുവിനെ, വിശുദ്ധർ നാടുകൾ കാണുന്നേ യേശുവിനെ. ഓ വായ്ത്തുവേ എന്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ പാടിയിടുവേ, നന്ദിയോടെ പാടിയിടുവേ. പാനിമേ പുഷ്പം ശാരോനിലാവേ, താമരയുമിൽ താമരയിൽ. പാനിമേ പുഷ്പം ശാരോനിലാവേ, താമരയുമിൽ താമരയിൽ. ഓ വിശുദ്ധൻ അതിവിശുദ്ധനാവേ, ആ സൗന്ദര്യ സമ്പൂർണ്ണരേ. വിശുദ്ധൻ അതിവിശുദ്ധനാവേ, ആ സൗന്ദര്യ സമ്പൂർണ്ണരേ. ഓ വായ്ത്തുവേ എന്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുവേ, നന്ദിയോടെ ഞാൻ പാടിയിടുവേ. പകർന്നാം തൈലം പോ നിന്നാവോ, ഓ പാരിൽ സൗരഭ്യം നീ ചുമ്മാതാ. പകർന്നാം തൈലം പോ നിന്നാവോ, ആമേ പാരിൽ സൗരഭ്യം നീ. ഓ പാഴി ദുഷി നിന്നാനേരുക്കണ്ണേര്, എന്നെ സുഖം താമ മാറ്റിടണേ. ഓ പാഴി ദുഷി നിന്നേരുക്കണ്ണേര്, എന്നെ സുഖം താമ മാറ്റിടണേ. ഓ വായ്ത്തുവേ അവനെന്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുവേ, നന്ദിയോടെ ഞാൻ പാടിയിടുവേ. ഓ മനക്ലേ ചാതാര കന്നേള, ഓ ദുഃഖ സാഗരത്തിൽ മുങ്ങും ശക്തിയോടെ. മനക്ലേ ചാതാര കന്നേള, ആമേ ദുഃഖ സാഗരത്തിൽ മുങ്ങുമ്പോ, ഓ തിരുക്കാരം നീട്ടിയെടുത്താണേറ്റു. ആമേ ഭയപ്പെടേട്ടാൻ സുരക്ഷാവേ, ഓ തിരുക്കാരം നീട്ടിയെടുത്താണേറ്റു. ഭയപ്പെടേട്ടായി സുരക്ഷാവേ. ഓ വായ്ത്തുവേ എന്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുവേ,
നന്ദിയോടെ ഞാൻ പാടിടുമേ. ഓ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. ഓ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. വചനത്തിലൂടെ ദൈവാത്മാ നമ്മോട് ഇടപെടട്ടെ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ വന്ദനം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ ഇടയായി തീർന്നല്ലോ. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ആദിപിതാക്കന്മാർ കൂടി ആരാധിച്ച ദിവസങ്ങളിൽ നാം കഴിഞ്ഞ കാലങ്ങളിൽ ആരാധിച്ചു. എന്നാൽ ഈ നാളുകളിൽ ആരാധനയ്ക്ക് സൗകര്യമില്ലാതെ നാം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആലോചനകൾ, വചനങ്ങൾ ഈ ലൈവിലൂടെ ലഭിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ. 1 പത്രോസിന് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ബലമുള്ള കരങ്ങളിൽ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന് മേൽ ഇട്ടുകൊള്ളുവീൻ. നിർമ്മലരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങുന്നുവെന്ന് വെച്ച് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യാദേശനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ നിന്നാണ് നാം ചിന്തിക്കുവാൻ ഇടയായിത്തീരുന്നത്. 2 ലേഖനങ്ങളിൽ 1-ാമത്തെ ലേഖനം ഒരു ദൈവത്തിന് ബാഹ്യമായ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അഭിഹരിപ്പാൻ കഴിയും. 2-ാം ലേഖനത്തോടുള്ള ബന്ധം നാം ചിന്തിക്കുമ്പോൾ ഉളറയിൽ നിന്ന്, സഭയുടെ ഉളറയിൽ നിന്നും ജീവിതത്തിന്റെ അവസ്ഥയിൽ നിന്നും വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ ജയിപ്പാൻ കഴിയും എന്നുള്ളതാണ് ഈ 2 ലേഖനങ്ങളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ 5-ാം അധ്യായത്തിൽ ഈ ലേഖനത്തിന്റെ അവസ്ഥയിൽ ഉൾക്കൊള്ളുന്ന പരീക്ഷകളും കഷ്ടങ്ങളും പ്രശ്നങ്ങളെ അഭിഹരിച്ച് അതിൽ ജയം പ്രാപിച്ച ഒരു ദൈവത്തിനോടുള്ള ബന്ധത്തിൽ സംക്ഷിപ്തമായി അവരറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ദാസൻ ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മെ ഉയർത്തേണ്ടതിനും നമ്മെ അനുഗ്രഹിക്കേണ്ടതിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനോട് ബന്ധത്തിൽ ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ പറയുമ്പോൾ ദർശനത്തിന് ഒരു അവധി നിശ്ചയിച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദർശനത്തിന് ഒരു അവധി നിശ്ചയിച്ചിരിക്കുന്ന ദൈവം നമ്മോടുള്ള വാഗ്ദത്തത്തിന് നിശ്ചിതമായ ഒരു സന്ദർഭം വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ലൂക്കോസിന്റെ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കുമ്പോൾ തക്ക സമയത്ത് നിവൃത്തി വരേണ്ടതിന് ഉള്ള എന്റെ വാക്ക്, അപ്പൊ തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എന്റെ വാക്ക് വിശ്വസിക്കാതെയാൽ, അപ്പോൾ ദൈവത്തിന്റെ വചനം തക്ക സമയത്ത് നിവർത്തിക്കുവാൻ അതിനകത്ത് വാഗ്ദത്തത്തിന് ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഉള്ളിൽ ഒരു കൃത്യമായ സമയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവം നമ്മോട് ചില വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്ക് ചില കാര്യങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് കുറിക്കപ്പെട്ട ഒരു സമയമുണ്ട്, നിശ്ചയിക്കപ്പെട്ട ഒരു സമയമുണ്ട്.
അത് ഭംഗിയായി നന്നായി നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് നമ്മോട് പ്രസാദമുണ്ട്. ദൈവം സകലത്തിൻ്റെയും സൃഷ്ടിതാവായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് എന്ത് സംഭവിക്കണമെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ വ്യവസ്ഥ ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്യുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നാൽ നാം ദൈവത്തോട് താല്പര്യപ്പെടുകയും വാഗ്ദത്തത്തിനായി ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ആ വാഗ്ദത്തത്തെ കുറിച്ചുള്ള വെളിപ്പാട് അഡ്വാൻസായി തന്നെ നമുക്ക് നൽകുവാനിടയായി തീരും. ദൈവത്തിനെ വചനം നാം ചിന്തിക്കുമ്പോൾ യോസഫിന്റെ ചരിത്രത്തിൽ ദൈവം അവന്റെ ജീവിതത്തിൽ നിവർത്തിക്കുവാനുള്ള വാഗ്ദത്തം അവന്റെ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ അവനെ കൊടുത്തു. എന്നാൽ അത് നിവർത്തിക്കപ്പെടുവാനുള്ള സമയം ദീർഘ 60 വർഷം അതിനെ കുറിച്ചു വെച്ചിരുന്നു. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് നിവർത്തിക്കും, അത് സംഭവിക്കും, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, നിശ്ചയമാണ്. എന്നാൽ അതിന് നമ്മുടെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലാണ് നിവർത്തിക്കേണ്ടതെന്നുള്ളത് ദൈവം അതിന്മേലെ നിർണയിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പരീക്ഷകളും കഷ്ടങ്ങളും പരിശോധനകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്യുവാൻ ദൈവം ആ വാഗ്ദത്തത്തിന്മേൽ നിവർത്തീകരിക്കേണ്ടതിന് നമ്മെ നിലനിർത്തേണ്ടതിന് ദൈവത്തിന് നമ്മോട് ഉദ്ദേശമുണ്ടെന്നുള്ളത്, പ്ലാൻ ഉണ്ടെന്നുള്ളത് നാം മറന്നു കളയരുത്. അങ്ങനെയെങ്കിൽ അതുവരെയും നാം എങ്ങനെ ജീവിക്കണം എന്ന് അടുത്ത ഭാഗത്തിൽ പറയുകയാണ്. ദൈവം ഉയർത്തുന്നതും വരെ, ദൈവത്തിനെ മാനിക്കുന്നതും വരെ അവന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കണം. അപ്പോൾ ദൈവം നിന്നെ വെളിപ്പെടുത്തും, ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ വെളിപ്പെടുത്തും. ആ സന്ദർഭം വരെ ദൈവത്തിന് ബലമുള്ള കരങ്ങളിൽ താണിരുന്ന് നാം മറഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ട് ഉദിച്ചിരിക്കുന്ന സന്ദർഭങ്ങളാണ്. ഇതുപോലെ ഒരു അസ്തമന അനുഭവം പോലെ മറഞ്ഞിരിക്കുന്ന അവസ്ഥകളുണ്ട്. സൂര്യൻ ഉദിച്ചുയരുന്ന പോലെ നിന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയ്ക്കും ധന്യതയ്ക്കും സമയം ദൈവം ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ സന്ദർഭങ്ങളൊക്കെയും ദൈവത്തിന്റെ പാദപീഠത്തിൽ ദൈവസന്നിധിയിൽ താണിരിക്കണം എന്ന് പറയുന്നു. കാരണം അവൻ നമുക്കായി കരുതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന് മേലിട്ടുകൊള്ളുകയും. ആ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുന്നതിന് മുമ്പ് ആകുല ചിന്തകൾ ഉണ്ടാകും. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ആകുല ചിന്തയിൽ പെട്ടുപോകരുത്, നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. കാരണമെന്ന് ചോദിച്ചാൽ പരീക്ഷകളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ചിന്താകുലങ്ങൾ എല്ലാം ഏത് ഭാരങ്ങൾ വരുമ്പോഴും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഭൂമിയിലുള്ളതല്ല ഉയർത്തുന്നത് ചിന്തിച്ച് ദൈവവുമായി ബന്ധപ്പെടുവാൻ അവിടെ നമ്മോട് സംസാരിക്കുകയാണ്. അതിനുശേഷം ഒരു മുൻകരുതൽ നമ്മോട് പറയുകയാണ്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നമ്മുടെ ജീവിതത്തിൽ 2 കാര്യമാണ് അവിടെ പറയുന്നത്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. എന്തുകൊണ്ട്? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം പോലെ ചുറ്റിത്തിരിയുന്നു. ഈ ചുറ്റിത്തിരിയുന്ന സാധാന്യ മണ്ഡലങ്ങളെ വാഗ്ദത്തം നിന്നെ എത്തിക്കുന്നതിനും വരെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷകളെ ജയിക്കുവാൻ ഒന്ന് തിരുകരങ്ങളിൽ നാം താണ്ടിരിക്കണം. ആ സന്ദർഭങ്ങളിൽ ദൈവത്തിന് വാഗ്ദത്തം നിറവേറ്റുവോളം ദൈവം സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന, ദൈവം കരുതി വച്ചിരിക്കുന്ന നന്മ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവോളം നാം എന്ത് ചെയ്യണം? നിർമ്മതരായി ഇരിക്കണം, ഉണർന്നിരിക്കണം. പ്രതിയോഗിയായ പിശാചിനെ ജയിക്കുവാനുള്ള 2 കാര്യമാണ്. ഒന്ന്, നിർമ്മതരായിരിക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജോബ് ദൈവസന്നിധിയിൽ സ്തോത്രം വിശ്വസ്തനായി, നിഷ്കളങ്കനായി, നേരുള്ളവനായി, ദോഷം വിട്ടേണവനായി ജീവിച്ചു. എന്നാൽ അവനെ കുറ്റം ചുമത്തേണ്ടതിന് രാവും പ്രതിയോഗിയായ പിശാച് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ സാധാന്യ മണ്ഡലങ്ങളുടെ വായ അടയ്ക്കുവാൻ, സാധാന്യ മണ്ഡലങ്ങളെ ജയിക്കുവാൻ ആവശ്യമായ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടേണ്ടതിന് നമ്മെ കുറിച്ച് ഒരു ദോഷവും ഒരു തെറ്റും പിശാച് കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന്
നാം നിർമ്മതരായിരിക്കണം എന്ന് നമ്മോട് സംസാരിക്കുകയാണ്. തിരുവചനത്തിൽ നാം ചിന്തിക്കുമ്പോൾ എന്റെ ദാസനായ ജോബിന് മേൽ നീ ദൃഷ്ടി വെച്ചു പോയെന്ന് സാധാരണ ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു, പ്രൈസ് ദി ലോർഡ്, അതേ ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു, നീ അവനും അവനുള്ളതിനു ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ സാത്താൻ ദൈവത്തോട് അതേ പറയുന്നത്, ഒരു ദൈവത്തിന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു, അവനും അവനുള്ളതിനു ചുറ്റും നീ വാഗ്ദത്തം പ്രാപിക്കുവോളം, ദൈവം കരുതിയിരിക്കുന്ന നന്മ ഏറ്റെടുക്കുവോളം, ദൈവത്തിന്റെ പാതപിടുത്തിലിരിക്കുമ്പോൾ നിനക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. എന്നാൽ അവിടെ നീ നിർമ്മല ഹൃദയത്തോട് നിന്റെ വേലി പൊളിയാതിരിക്കേണ്ടതിന്, നിന്റെ ജീവിതത്തിൽ സാത്താൻ കുത്തപ്പെടാതിരിക്കേണ്ടതിന്, സാത്താൻ നിന്നെ ദൈവത്തിൽ അപവാദം പറയാതിരിക്കേണ്ടതിന് എപ്പോഴും നിർമ്മലരായിരിക്കാൻ ദൈവത്തിന് വേദന നമ്മോട് പറയുകയാണ്. രണ്ടാമത് ഉണർന്നിരിക്കുക. ഇത് സാത്താന്റെ പഠനത്തിനെതിരെയുള്ള ജാഗ്രതയാണ്. ദൈവമക്കൾ മനസ്സിലാക്കണം, പരീക്ഷകൾ ഒരു ദൈവത്തിന്റെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ വാക്തത്വത്തോട് ബന്ധപ്പെട്ട് അത് അവൻ അനുഭവിപ്പാൻ, അത് അവൻ നിലനിർത്തുവാൻ, അത് ദൈവത്തിന് ഏറ്റെടുക്കുവാനുള്ള യോഗ്യത തെളിയിക്കുന്നതാണ് പരീക്ഷകളും പരിശോധനകളും. അതിന്റെ അതേ 4-ാം അധ്യായത്തിൽ വന്ന് നാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പരീക്ഷയ്ക്കായി ചില അഗ്നിശോധനയെങ്കിൽ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിയോഗിയായ സാത്താൻ മുഖാന്തരമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരത്തക്കവണ്ണം ദൈവം നിയോഗിച്ചാക്കിയിരിക്കുന്നു. ഊടാടി സഞ്ചരിക്കുവാൻ ഭൂമിയിൽ അവനായിരിക്കുമ്പോഴും നമ്മുടെ മേൽ ദൃഷ്ടിവെക്കാതെ വേണം ദൈവത്തിന് കരുതലുണ്ട്. ആ വാഗ്ദത്ത ദിവസം വരെയും നിർമ്മതരായിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ഉണർന്നിരിക്കണം, ജാഗരിച്ചിരിക്കണം. അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് വെച്ച് അതിനെ എതിർത്ത് നിൽക്കുവാനുള്ള ഒരു കൃപ നാം പ്രാപിക്കണം. അടുത്ത വായിക്കുന്നത്, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്തേൽപ്പി. അപ്പോ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ വക കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ സാധാരണ പരീക്ഷകൾ ഒരു പൂർത്തീകരണത്തിൽ, അഗ്നിശോധനയിൽ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തപ്പെടേണ്ടത് ആവശ്യമാണ്. സാത്താനെ പരീക്ഷിക്കണമെന്ന് യേശുവിനെ മരുഭൂമിയിലേക്ക് ആത്മാവ് നടത്തി. ജോബിനെ പരീക്ഷിക്കുവാൻ ദൈവം പരീക്ഷകന്റെ അടുക്കൽ പരീക്ഷകന്റെ മുമ്പിൽ നിർത്തി. ആ പരീക്ഷണങ്ങളിലെല്ലാം ജോബ് അതേ കൃത്യമായ നിലയിൽ നിർമ്മലനായി ഉണർന്ന് ജാഗരിച്ചിരുന്നു. സാധാരണ തന്ത്രങ്ങളെ മനസ്സിലാക്കി അതിനെ എതിർക്കുവാൻ, അത് തലമുറകളിലൂടെ, തന്റെ സമ്പത്തിന്റെ വ്യവസ്ഥയുടെ നഷ്ടത്തിലൂടെ, ഭാര്യയിലൂടെ, വിവിധ മുഖങ്ങളിലൂടെ തന്റെ ജീവിതത്തിലേക്ക് ആ പരീക്ഷകൾ അഗ്നിശോധനയായി വെളിപ്പെട്ടു വന്നപ്പോഴും തള്ളിപ്പറയാതെ വിശ്വാസം ഉറച്ചു നിൽക്കുവാൻ, സ്ഥിരതയുള്ളവനായി തീരുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നാം വിശ്വസിക്കുന്ന വിശ്വാസത്താൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നമുക്ക് അന്ത്യമായ ഒരു വാഗ്ദത്ത നിവൃത്തിയിലേക്ക് നമ്മെ നടത്തും. 2 വാഗ്ദത്തങ്ങളാണ് നമുക്കുള്ളത്. പ്രവാചകവാക്യം നമുക്ക് ഉറപ്പായി തന്നിട്ടുണ്ട്. ഒന്ന്, ഈ ലോകത്തിൽ വെച്ച് നിറവേറുവാനുള്ള വാഗ്ദത്തം. ആ ദൈവം കുറിക്കപ്പെട്ട സമയത്ത്, നമ്മുടെ മരണത്തിന് മുമ്പ് നിയോഗിക്കപ്പെട്ട സമയത്ത് നിവർത്തിക്കപ്പെടും. 2, മരണത്തിനു ശേഷം നിത്യവും നിത്യരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അനുഗ്രഹത്തിന് വാഗ്ദത്തം. അവിടെ ഏറെ പ്രതിഫലങ്ങളോടുകൂടി സ്വർഗത്തിൽ സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന നമ്മളുടെ വാഗ്ദത്തം. ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും ഒരു ദൈവത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട നന്മകൾ ഇത് ഏറ്റെടുക്കുവാൻ ഒരു ദൈവത്തിൽ സാത്താനെ ജയിക്കണം. എങ്ങനെ? അതേ നിർമ്മലരായി ഉണർന്ന് ജാഗരിച്ച് സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാനും വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി താങ്കൾ അനുസരിക്കുന്ന വിശ്വാസം, താങ്കൾ ഏറ്റെടുത്തിരിക്കുന്ന വിശ്വാസത്തിൽ മാറ്റപ്പെടാതെ സ്ഥിരതയുള്ളവരായിരിക്കാൻ ദൈവം നമ്മോട് സംസാരിക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ള പരീക്ഷകൾ, പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്
ഈ ലോകത്ത് വർദ്ധിക്കുവാനുള്ള വാഗ്ദത്തത്തിന് മുമ്പിലാണ്. ആ വാഗ്ദത്തത്തിന് മുമ്പിലുണ്ടാകുന്ന ഈ പരിശോധന നിത്യതയിൽ നമ്മുടെ തേജസ്സിന് കാരണമായി തീരുന്നു. കാരണം നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊരുപോലെ പുറത്തു വരും. ഒരു ദൈവവേദൻ നിത്യതയിൽ തേജസ്കരണത്തിൽ കടന്നു വരുമ്പോൾ തേജസ്സിന്റെ മഹത്വം പ്രാപിക്കേണ്ടതിന്, അതിൻ്റെതായ തേജസ്സിന്റെ ശരീരം പ്രാപിക്കേണ്ടതിന് ഇവിടെ കഷ്ട സഹിച്ചെങ്കിൽ മാത്രമേ കഴിയൂ. അവനോട് കൂടെ കഷ്ട സഹിച്ചാൽ കൂടെ വാഴുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ ആ തേജസ്സിന്റെ ഘനത പ്രാപിക്കുവാൻ പൗലോസ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൽ പറയുമ്പോൾ തേജസ്സിന്റെ ശരീരങ്ങളുണ്ട്, വ്യത്യസ്ത ശരീരങ്ങൾ. സസ്യത്തിന്റെ ലോകത്തിൽ, അതേ പക്ഷിവർഗത്തിൽ, മനുഷ്യവർഗത്തിൽ, മൃഗസമ്പത്തിൽ, ഇവയിലൊക്കെയുമുള്ള ഓരോ ശരീരങ്ങൾ ഓരോ മൃഗങ്ങൾക്കുമുണ്ട്. ഓരോ രീതിയിലുള്ള മാംസങ്ങളാണ് അവയ്ക്കെല്ലാം ഉള്ളത്. ആ മാംസങ്ങളുടെ വ്യത്യസ്തത പോലെ ആ തേജസ്സിന്റെ ശരീരമാകുന്ന സ്വർഗീയ ശരീരങ്ങൾക്ക് വ്യത്യസ്തമുണ്ട്. അങ്ങനെയെങ്കിൽ തേജസ്സിന്റെ അതികഠിനത പ്രാപിക്കുവാൻ, നിത്യതേജസ് പ്രാപിക്കുവാൻ ഒരു ദൈവവേദൻ ആ നിത്യതേജസ്സിനായിട്ട് ഒരുക്കപ്പെടേണ്ടതിന്, ആ തേജസ്സിന് മഹത്വം പ്രാപിക്കേണ്ടതിന് പലപ്പോഴും അവനോട് ചേർന്ന് കഷ്ടം സഹിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ജോബ് തനിക്ക് ലഭിക്കപ്പെട്ട പരീക്ഷയുടെ മുമ്പിൽ ക്ഷീണിച്ച് തളർന്നു പോകാതെ കഷ്ടം സഹിക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്ത നിവർത്തീകരണത്തിന് മുമ്പ് നാം സഹിക്കുന്ന കഷ്ടതകളെല്ലാം നമ്മുടെ നിത്യതേജസ്സിന്റെ അല്ലെങ്കിൽ നിത്യതയിൽ നാം അനുഭവിക്കാനുള്ള ശരീരത്തിന്റെ രൂപീകരണത്തിന്, തേജസ്സിന്റെ രൂപീകരണത്തിന്, ശരീരത്തിന്റെ രൂപീകരണത്തിന്, തേജസ്സിന്റെ ശരീരത്തിന്റെ കാരണത്തിന് അത് കാരണമാകും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ നാം അനന്യരായി വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നാം അതേ തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ 11 വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായി കാണുന്നത്. അതിന്റെ 23-ാം വാക്യത്തിൽ പറയുമ്പോൾ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും കാക്കുമാറാകട്ടെ. നിങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവ് അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമ്പണം കാക്കപ്പെടുമാറാകട്ടെ. അതേ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമ്പണം കാക്കപ്പെടണം. അവിടെ സാത്താനാൽ നിന്ദിക്കപ്പെടാത്ത നിലയിൽ, സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന, സാത്താനാൽ നിന്ദിക്കപ്പെടുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അവിടെ നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിരത അനിയന്ത്രണത ഉളവാക്കിക്കൊണ്ട് അതേ അഗ്നിശോധനകളെ തന്നെ ചെയ്യുമ്പോഴാണ് നാം വിജയം പ്രാപിപ്പാന്റെ ഗുണം ഇടയായിത്തീരുന്നത്. ആ പരിശോധനകളിൽ ജയം പ്രാപിക്കേണ്ടതിന്, ശോധനകളിൽ വിജയം പ്രാപിപ്പാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ദേഹവും ദേഹിയിലും ആത്മാവിലും വ്യതിയാനം നൽകി നമ്മെ സഹായിപ്പാൻ ഇടയായിത്തീരുന്നു. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ് എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ നാം തേജസ്സിനായി വിളിക്കപ്പെട്ടവരാണ്. ആദാമ്യ സൃഷ്ടിപ്പിൽ തേജസ്സോടുകൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ ആ തേജസ്സിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ആ മഹത്വത്തിലേക്ക്, യഥാസ്ഥാനത്തിലേക്ക്, ഏതെങ്കിലും മഹത്വത്തിലേക്ക്, ആ തേജസ്സിലേക്ക് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം നമ്മെ കുറിച്ച് യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഇടയായിത്തീരുന്നു. യേശു ക്രിസ്തു കഷ്ടം സഹിച്ച്, അതേ ക്രൂശ് സഹിച്ച് ദൈവസിംഹാസനത്തിന്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു. അവനോട് തുല്യരായി നാം തീരേണ്ടതിന് അവൻ പ്രത്യക്ഷനാകുമ്പോൾ താൻ ഇരിക്കുന്ന പോലെ കാണുന്നാകയാൽ അവനോട് സദസ്യന്മാരായി തീരുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ ആ തേജസ്സിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അതിന്റെ വാക്യത്തിനായി കാത്തിരുന്നുകൊണ്ട് പരീക്ഷകളും പരിശോധനകളും കടന്നു വരുമ്പോൾ തകർന്നു പോകാതെ നിലനിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് അതേ നമ്മുടെ ജീവിതത്തെ അതിനായി ഒരുക്കട്ടെ. അതുകൊണ്ട് അതിന്റെ 13-ാം വാക്യം 4:13 ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും സന്തോഷിപ്പിക്കും. അങ്ങനെ നിങ്ങൾ അവരുടെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിപ്പാൻ ഇടവരും, ആനന്ദിച്ച് ഉല്ലസിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ആവശ്യിക്കുന്നല്ലോ.
അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ നാമം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മളുണ്ടാകുന്ന കഷ്ടങ്ങളെ സഹിച്ചുകൊണ്ട് അത് മുന്നേറുന്നുവെങ്കിൽ ഭാഗ്യവാന്മാരാണ്. സർവകൃപാലുവായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ തേജസ്സിന്റെ മഹത്വത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ കഴിയും. ആകയാൽ ആ മഹത്വ തേജസ്സിനായി പ്രതീക്ഷിച്ചുകൊണ്ടും ആ വാഗ്ദത്തത്തിന്റെ ഉറപ്പ് വരുത്തിക്കൊണ്ടും അപ്പൊ ശത്രുവിന്റെ സകലവിധമായ ആ ആക്രമണങ്ങളിൽ നിന്നും ജയം പ്രാപിക്കണമെന്ന് നമ്മുടെ ഹൃദയം നിർമ്മലമാക്കിക്കൊണ്ട് ഉണർന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിത്യദേശത്തിനായി ഒരുങ്ങി വാഗ്ദത്ത നിവർത്തി ലോകത്തിലും വരുവാനും ലോകത്തിലും പ്രാപിപ്പാൻ ദൈവം നിങ്ങൾക്കിടയായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് വിസ്മരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് സമയം വരെ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാടിയായിത്തീർന്നു. പരിശുദ്ധാത്മാ വചനത്തിലൂടെ നമ്മോട് ഇടപെടുവാനിടയായിത്തീർന്നല്ലോ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ഹിതം അനുസരിച്ച് ദൈവത്തിന്റെ ഘനത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് കഷ്ടത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും നാം കടന്നു പോകാമെങ്കിലും അതിനപ്പുറത്ത് ദൈവത്തിന്റെ മഹത്വം നമുക്ക് തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കട്ടെ. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ പ്രതിസന്ധികളെ ജയിക്കുന്ന ഒരു ദൈവകൃപ നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. ആയതിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അല്പാസമയം ദൈവത്തിന്റെ വചനത്തിന് നടുവിലായിരിക്കാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ട നിന്റെ ജനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിന്റെ ആത്മീയ രൂപാന്തരങ്ങൾക്കും നിത്യതയുടെ പ്രത്യാശയ്ക്കും കാരണമായി തീരുവാൻ ദൈവയുടെ ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ സമയങ്ങളിൽ ലൈവ് വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് ഇതൊരു അനുഗ്രഹമായി തീരണമേ. വിവിധ പ്രതിസന്ധിയിലായിരിക്കുന്നവർക്ക് ആശ്വാസമായി തീരണമേ. ദൈവത്തിന്റെ കൃപ തന്നെ തന്റെ ജനത്തോടു കൂടി ഉണ്ടാകും. ഈ ലൈവ് ഇപ്പോൾ വാച്ച് ചെയ്യുന്ന ജനത്തിനായി സ്തോത്രം. നിന്റെ ജനത്തെ ദൈവം അനുഗ്രഹിക്കും. വിട്ടുമാറാത്ത ദൈവകൃപ ഞങ്ങളോട് കൂടി ഉണ്ടാകും. എല്ലാ ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കും. സമസ്ത വിഷയ ദൈവത്തിനെ ഏൽപ്പിക്കുന്നു. സകലമാന മഹത്വം യേശു കർത്താവിന്, യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടും സഹവാസം നാം പ്രാർത്ഥിക്കുന്ന മേലും എല്ലായിരിക്കും പ്രിയപ്പെട്ട മേലും വിവിധ സമയങ്ങളിൽ വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട മേലും ലോകം ചെറുപാട് വിശുദ്ധന്മാരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.